കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നടന്നു വരുന്ന ജാതി അതിക്രമങ്ങൾ, അധിക്ഷേപങ്ങൾ, കൊലകൾ ഇവയൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഹിന്ദുമതം മുന്നോട്ട് വെക്കുന്ന സാംസ്കാരികതയുടെ അല്ലെങ്കിൽ സാമൂഹിക ഘടനയുടെ അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന ആത്മീയതയുടെ ജാതിയുടെ പ്രശ്നമാണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതല്ല, ഇനി അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നാണെങ്കിൽ നമുക്ക് എവിടെയാണ് രാഷ്ട്രീയ അധികാരമുള്ളത്? രാഷ്ട്രീയ അധികാരമുണ്ടെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിലെ ഘടനയും അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള വിഘടനവും അതെല്ലാം മറികടന്ന് ഒരു ജനസമൂഹമായി അല്ലെങ്കിൽ ഐക്യപ്പെട്ട് വരണ്ടേ? ഐക്യപ്പെട്ട് നിന്നാൽ മാത്രമാണ് നമുക്ക് രാഷ്ട്രീയ അധികാരം ഉണ്ടാവുക. പക്ഷേ ഇവിടെ എല്ലാവരും തന്നെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിൽ തന്നെ എല്ലാവരും ദലിത് എന്ന് പറയുന്ന ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ദലിത് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐഡിയോളജി ഉണ്ടോ? ഈ പറയുന്ന സാമൂഹിക ഘടനയെ മാറ്റാനോ, ജാതിയെ ഇല്ലാതാക്കാനോ, അല്ലെങ്കിൽ ഈ സാംസ്കാരികതയെ മാറ്റാനോ, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് പകരം വെക്കാനോ എന്തെങ്കിലും ഒരു ഐഡിയോളജി അതിന് പിന്നിലുണ്ടോ? നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും അതേ ദൈവത്തിൻ്റെ അടുത്തേക്കും അതേ മതത്തിലേക്കും അതേ സംസ്കാരത്തിലേക്കും തന്നെയാണല്ലേ നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ദലിത് എന്ന് പറയുന്ന ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാനാണോ അംബേദ്കർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഇവരൊക്കെ അംബേദ്കറേറ്റുകളാണെന്നും അംബേദ്കറിസ്റ്റുകളാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ജാതിരഹിതമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഭാഗികമാണെങ്കിൽ പോലും പൂർണ്ണമല്ലെങ്കിൽ പോലും നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവൈലബിളും ആണ്.